എല്ലാം ഈശ്വര നിശ്ചയ. ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടാവും. വിധി നമ്മളെക്കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയില്ലല്ലോ. ഗൗരി തല താഴ്ത്തി മിണ്ടാതെ നിന്നു. ആ കേസ് റീഓപ്പൺ ചെയ്യാണെന്ന് മനു പറഞ്ഞു. ആ, ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത്. ഇവൾക്ക് നീതി കിട്ടണം. ഈ കുട്ടി അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അതൊന്നും മാറ്റിമറിക്കാൻ കഴിയില്ല. ഇപ്പം പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഒതുങ്ങി എല്ലാവരും സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. ഇനിയും ആ കേസ് റീഓപ്പൺ ചെയ്ത് മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തണോ? അച്ഛാ, അച്ഛൻ ഇത് സംസാരിക്കാനാണോ ഗൗരിയെ കാണണമെന്ന് പറഞ്ഞത്? മനു, ഞാനൊന്ന് സംസാരിക്കട്ടെ. വേണ്ട അച്ഛാ. അച്ഛൻ ഇതാണ് പറയാനുള്ളതെങ്കിൽ പറയണ്ട, നമുക്ക് പോകാം. മനുവേട്ടാ, മാഷ് പറയട്ടെ. വേണ്ട ഗൗരി, നീ അനുഭവിച്ചതെല്ലാം ഒരു തെറ്റും ചെയ്യാതെയാണ്. നിന്നോട് ക്രൂരത ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം. അത് എൻ്റെ അമ്മയായാലും. ഈ ഒരു ആവശ്യത്തിനായിരുന്നെങ്കിൽ ഞാൻ അച്ഛനെ കൊണ്ട് വരില്ലായിരുന്നു. മനു, താനൊന്നടങ്ങ്. മാഷിന് പറയാനുള്ളത് പറയട്ടെ. മഹാദേവൻ, അന്ന് അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. ഇനി അതൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. അന്ന് അതെല്ലാം ഒത്തുതീർപ്പായതാ. ഇനി അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് കുടുംബത്തിൻ്റെ മാനവും സമാധാനവും കളയരുത്. എന്താ മാഷേ, ഇനി അതെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഭാര്യ ജയിലിൽ പോയി കിടക്കുന്ന പേടിയുണ്ടോ മാഷിന്? ഭാര്യ ജയിലിൽ പോയി കിടക്കുന്ന പേടിയല്ല. ഇതുവരെ ഈ മാഷിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കുടുംബത്തിൻ്റെ മാനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ മഹാദേവനെ കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. അന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഗൗരി മാഷിൻ്റെ മരുമകളായിരുന്നല്ലോ, മകൻ്റെ ഭാര്യ. അതിന് കാരണക്കാരായത് മാഷിൻ്റെ ഭാര്യയും. അന്നൊന്നും ആ മാനം നഷ്ടപ്പെടാതെ എവിടെ എടുത്തു വച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഇവിടെ വന്ന് പറയുന്നത് പോലെ മാഷിന് ഭാര്യയോട് പറയായിരുന്നില്ലേ? മകൻ കെട്ടിപ്പോയില്ലേ, മരുമകളോട് ഇത്രയും ക്രൂരത കാണിക്കരുതെന്ന്. ഞാൻ പറയാഞ്ഞിട്ടല്ല മഹാദേവൻ. പക്ഷേ അയാൾ ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറാൻ പ്രയാസാ. പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെന്ന് കണ്ട ഞാൻ ആ വക്കീലിനെ ഏർപ്പാടാക്കിയത്. എന്നാൽ അയാളെ രാജേശ്വരി സ്വാധീനിച്ചു എന്ന് പിന്നീടാ മനസ്സിലായത്. ഇവളോട് ഇത്രയും ചെയ്യാൻ ഇവൾ എന്ത് തെറ്റാ ചെയ്തത്? മാഷിൻ്റെ മകൻ്റെ തീരുമാനങ്ങളെ അനുസരിച്ചു പോയതോ? മക്കളെയാണ് തിരുത്തേണ്ടത്. ഇവളൊരു പൊട്ടി. അത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകളും അവഗണനയും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു മോചനാവുമെന്ന് കരുതി ഇവനെ വിശ്വസിച്ച് ഇവൻ്റെ കൂടെ പോയി. ഇവൻ പേടിച്ച് മാളത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എലിക്കുഞ്ഞാണെന്ന് ഇവൾ അറിയാതെ പോയി. കെട്ടാൻ കാണിച്ച ധൈര്യം സംരക്ഷിക്കാൻ കൂടി കാണിക്കണമായിരുന്നു. മനു നാണക്കേടുകൊണ്ട് തല താഴ്ത്തിപ്പോയി. ഗൗരി ദേവൻ്റെ തോളിൽ പതിയെ വിരലുകൾ അമർത്തി. അവൻ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, ശരി, മാഷിൻ്റെ കുടുംബത്തിൻ്റെ മാനം പോകണ്ട. കേസ് റീഓപ്പൺ ചെയ്യുന്നില്ല. സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം പെണ്ണിൻ്റെ പേരും അന്തസ്സും കളങ്കപ്പെടുത്തിയതിന്, കള്ളസാക്ഷികളും തെളിവുകളും സൃഷ്ടിച്ച് അധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചതിന്, കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലാക്കിയതിന്, ജയിലിൽ കിടന്ന് ഇവൾ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾക്ക്, എല്ലാം കൂടെ മാഷിൻ്റെ ഭാര്യയ്ക്ക് 7 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും വരും. കേസ് റീഓപ്പൺ ചെയ്യാതിരിക്കാം. പകരം മാനനഷ്ടത്തിന് ഉൾപ്പെടെ ചേർത്ത് 30 ലക്ഷം രൂപ ഗൗരിക്ക് കൊടുക്കണം. 30 ലക്ഷോ? മനു ചോദിച്ചു. എന്താ മനു, ഇവളുടെ മാനത്തിന് 30 ലക്ഷത്തിൻ്റെ വില ഇല്ലെന്നുണ്ടോ? ഏയ്, അതുകൊണ്ടല്ല, മനു പതർച്ചയോടെ പറഞ്ഞു. മഹാദേവൻ, 30 ലക്ഷം കുറച്ച് കൂടുതലല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് 30 ലക്ഷത്തിൻ്റെ ആവശ്യമില്ല മാഷേ. മാഷിൻ്റെ ഭാര്യ ജയിലിൽ പോയി കിടന്നാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. മാഷിന് സമ്മതാണെങ്കിൽ അറിയിച്ചാൽ മതി. പിന്നെ ആരും അറിയാതെ കാശ് കൊടുത്ത് ഒതുക്കി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. കുറച്ച് ആൾക്കാരൊക്കെ അറിയട്ടെ, ബന്ധുക്കളോ നാട്ടുകാരോ, അങ്ങനെ കുറച്ച് ആൾക്കാരും ഇരുന്നോട്ടെ. ദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഗൗരിയുടെ കൈ പിടിച്ച് നടന്നു. മനു അസൂയയും ദേഷ്യവും കടിച്ചമർത്തി അവർ പോകുന്നത് നോക്കി നിന്നു. കാറിനടുത്തെത്തി ദേവൻ ഡോർ തുറന്നു കൊടുത്തു. ഗൗരി കയറിയിരുന്നതിന് ശേഷം മനുവിനെ തിരിഞ്ഞു നോക്കി. മനുവും മാഷും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അച്ഛൻ ഇത് സംസാരിക്കാനാണോ മഹാദേവനെയും ഗൗരിയും കാണണമെന്ന് പറഞ്ഞത്? നിന്റെ കാര്യം മഹാദേവനോട് സംസാരിക്കണമെന്ന് തന്നെ വിചാരിച്ചത്. എന്നാ അവൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അവൻ എത്രത്തോളം ഗൗരിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നല്ല തൻ്റേടമുള്ള ചെക്കൻ. അവൻ്റെ കൂടെ ഗൗരി സുരക്ഷിതയായിരിക്കും. അച്ഛാ, അവൻ അവളെ എത്ര മാസമായി അറിയാം? 3 or 4 മാസം. ഞാൻ അവളെ 5 വർഷമായി സ്നേഹിക്കുന്നതാ. ഗൗരി എൻ്റെയാ. പുരാണങ്ങൾ പോലും പറയുന്നുണ്ട് ഗൗരി മഹാദേവൻ്റെ ആണെന്ന്. നീ വെറുതെ വാശി പിടിക്കണ്ട. കയ്യിൽ കിട്ടിയിട്ടും തട്ടിത്തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വിധിയില്ലാത്തതുകൊണ്ടാ. അവള് മഹാദേവനിൽ എത്തേണ്ടവളാ.
അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞ് ചുമരിൽ ആഞ്ഞിടിച്ചു. മനു, നീ കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നിന്റെ അമ്മ സമ്മതിക്കില്ല. ഗൗരി മഹാദേവന്റെ കൂടെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. നിനക്ക് അവളെ ഇഷ്ടാണെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് നീ വിചാരിക്കണം. നീ കാരണം അവൾ ഒരുപാട് അനുഭവിച്ചു. ഇനി നീ അവളെ കഷ്ടപ്പെടുത്തരുത്. മനുവിൻ്റെ ഉള്ളം വിങ്ങി, കണ്ണുകൾ നിറഞ്ഞു. അവൻ വേഗം അവിടുന്ന് നടന്നു നീങ്ങി. മഹേന്ദ്രത്തിൽ രാമേട്ടനും ഭാനുവും കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ രവിയും അവരോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കോളിംഗ് ബെൽ ശബ്ദം കേട്ടു. മക്കൾ വന്നു തോന്നുന്നു രാമേട്ട. എത്ര ദിവസമായി പോയിട്ട്? ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ? ഏയ്, സാറും ഗൗരി അല്ല. അവരിന്ന് വരില്ലെന്ന് പറഞ്ഞിരുന്നു. മറ്റാരോ ആണ്. എന്തായാലും അമ്മ റൂമിലേക്ക് പോയിക്കോളൂ. ഭാനു റൂമിലേക്ക് പോയപ്പോൾ രവി ചെന്ന് ഡോർ തുറന്നു. മുന്നിൽ മോഡേൺ വസ്ത്രം ധരിച്ച് കൂളിംഗ് ഗ്ലാസ് നെറ്റിക്ക് മുകളിലേക്ക് കയറ്റി വെച്ച് ചൂയിങ്കം ചവച്ചുകൊണ്ട് 30 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന വെളുത്ത് മെലിഞ്ഞൊരു സ്ത്രീ. അവരെ കണ്ടതും രവി ഞെട്ടിപ്പോയി. ദേവനെവിടെ? വിളിച്ചിട്ടെന്താ നീ ഫോൺ എടുക്കാത്തത്? ഫോൺ എടുത്തില്ലെങ്കിൽ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചോ? എവിടെ അവൻ? സാർ ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയി? ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയതാ. തനിച്ചോ? അതിന് അവൻ നോർമലായോ? ഹേമ എന്തിനാ ഇവിടേക്ക് വന്നത്? കുഞ്ഞിന് ഹേമ ഇവിടെ വരുന്നത് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? ഹേമ കുഞ്ഞെന്നൊക്കെ മാറി ഹേമാന്നാക്കിയോ രാമ? ജോലിക്കാർക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം കൊടുത്താ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. മാഡത്തിൻ്റെ അച്ഛനേക്കാൾ പ്രായമുണ്ട് രാമേട്ടന്. രാമേട്ടൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് കുറച്ചിലൊന്നും തോന്നണ്ട. എടാ, നീയും നിന്റെ സാറും വേണമെങ്കിൽ ഇയാളെ ഏട്ടനെന്നോ അച്ഛനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ജോലിക്കാരെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ എനിക്കറിയാം. ദേവൻ വരുമ്പോൾ പറഞ്ഞേക്ക് ഫോൺ വിളിച്ചെടുക്കാത്തതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു പോയെന്ന് കരുതണ്ടെന്ന്. ഈ ഹേമ ഒരു ലക്ഷ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തുക തന്നെ ചെയ്യും. വീണ്ടും ഡിവോഴ്സിന് മൂവ് ചെയ്യാൻ ലണ്ടനിൽ എന്നെക്കുറിച്ച് അന്വേഷിച്ചിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയോ? അവനോട് പറഞ്ഞേക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ എൻ്റെ കണ്ടീഷൻ അംഗീകരിക്കാൻ. അല്ലാതെ എനിക്കെതിരെ എവിഡൻസ് ഉണ്ടാക്കി ഡിവോഴ്സ് നേടാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ഹേമ അവിടുന്ന് പോയി. ഇതിപ്പോൾ എവിടുന്ന് വന്നു? കുറേ ആയിട്ട് വരാത്തതായിരുന്നല്ലോ. ഇതെവിടെയാണെന്ന് അന്വേഷിച്ചാൽ കിട്ടില്ല. ഇപ്പം സാറില്ലാത്തപ്പോൾ കയറി വന്നിരിക്കുന്നു. കുഞ്ഞില്ലാത്തത് നന്നായി. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ വന്നതായിരിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടായാലല്ലേ അവൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റൂ. ഇവളെക്കുറിച്ച് ഒന്നും അറിയാതെ എൻ്റെ കുഞ്ഞിൻ്റെ തലയിലെടുത്ത് വെച്ച് കൊടുത്ത് അവൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചല്ലോ. മൂദേവി, എങ്ങനെ ഇതിനെ ഒന്ന് ഒഴിവാക്കുക? എല്ലാം കേട്ടുകൊണ്ട് നിന്ന ഭാനു മനസ്സിൽ വിചാരിച്ചു. വൈകുന്നേരം ഗൗരിയും ദേവനും അമ്പലത്തിൽ പോകാനായി ഒരുങ്ങുകയായിരുന്നു. വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് ദേവനും സെറ്റ് സാരിയിൽ ഗൗരിയും. ദേവനെ നോക്കി ചിരിച്ചുകൊണ്ട്, നിങ്ങളെ ഈ വേഷത്തിൽ നമ്മുടെ കല്യാണത്തിന് കണ്ടതാ. ദേവൻ്റെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന മുഖം പെട്ടെന്ന് വാടി. അത് കല്യാണമായിരുന്നോ? എങ്കിൽ താലികെട്ടിന്. നിനക്ക് ഈ സാരി ഇഷ്ടായോ? മുടിയിൽ മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്നതിനിടയിൽ അലമാരയിലെ കണ്ണാടിയിൽ ഗൗരിയെ നോക്കി ചോദിച്ചു. നിങ്ങൾ എന്ത് തന്നാലും എനിക്കിഷ്ടാ. ഒരു കുസൃതി ചിരിയോടെ കണ്ണാടിയിൽ അവളെ നോക്കി ചോദിച്ചു. എങ്കിലൊരു ഉമ്മ തന്നാലോ? അയ്യോടാ, മനസ്സിലിരിപ്പ് കൊള്ളാലോ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്തെങ്കിലും വാങ്ങി തന്നാലെന്നാ. അയ്യ, ഉമ്മ വയ്ക്കാൻ പറ്റിയൊരു സാധനവും ചുള്ളിക്കൊമ്പ്. ഞാൻ വെറുതെ ചോദിച്ചതാ. വേഗിറങ്ങ് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. അവൾ നാണത്തോടെ ചിരിച്ചു. ഉമ്മറത്തെത്തിയപ്പോൾ അമ്മാവൻ ചോദിച്ചു, ദിവസം ഇവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങൽ തന്നെയാണോ? എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ മാമേ? അവരവിടുന്ന് പോയി. മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ കാർ നിർത്തി. ദേവനൊപ്പം ക്ഷേത്രമുറ്റത്തേക്ക് കടന്നതും ഗൗരി തറഞ്ഞു നിന്നു പോയി. മുന്നിൽ രാജേശ്വരി.